കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയത്ത് ആ കാലത്ത് 6 മണി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വെളുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ 10ൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. എനിക്ക് മോനൊക്കെ 10ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മോന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവൻ വന്നിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇനി ഇക്കാക്ക് ഈ 10 ആയിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ. അങ്ങനെ 10ൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാനിതാ നേരെ സിറ്റ് ഔട്ട് തുടയ്ക്കാൻ പോകാൻ കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വിടണം. അങ്ങനെ അടിയും തോടെയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അരിപ്പൊടിയും കൊണ്ട് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞിട്ട് അതാട്ടോ ഉണ്ടാക്കണത്. ഇന്നലെ 10ൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, നൈസ് 10ൻ്റെ. അതിൻ്റെ ബാലൻസ് കുറച്ച് മാവ് ഉണ്ടായിരുന്നു, ഞാൻ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ചൂടാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇക്കാക്ക് 10 വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇക്കാക്ക് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ സോയാബീൻ മസാലയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ 10ക്ക് കൂട്ടാൻ. അങ്ങനെ കറി ഉപ്പുമാവൊക്കെ ആയതിനു ശേഷം ഞാനിതാ 10 കൂടി അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും മോന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. പിന്നെ ഇതാ ഞങ്ങൾക്ക് 4 ആൾക്കുള്ള ചായയൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. എനിക്കും ഉക്കാക്കാണ് കേട്ടോ കട്ടൻ ചായ എടുക്കുന്നത്. ഞങ്ങൾ പാൽ വെച്ചിട്ട് 2 ചായ കുടി കഴിഞ്ഞതാണ് കേട്ടോ. കാലത്ത് 3 മണിക്ക് എണിക്കണതല്ലേ. പിന്നെ ഞാൻ കുട്ടികൾക്കുള്ളതും കൂടി അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവർക്ക് ചായപ്പൊടി ഇട്ടാൽ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റോ ഹോർലിക്സ് എന്തെങ്കിലും ഇട്ടിട്ടാട്ടോ കൊടുക്കുക. എന്താ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി 10 കൂടി അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയതിന് ശേഷം ഞങ്ങളിതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്കും ഇതിനെ കപ്പ വെക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് അലക്കാടുകയാണ്. അലക്കാട്ടിട്ട് ഉള്ളൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഞാനിതാ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ. തുണിയൊക്കെ വിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. 2 കൊള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയിട്ട് വെക്കാൻ. പിന്നെ ഇതാ പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാൻ ഇതാ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ്റിനുള്ള തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ പരിപ്പ് വേകാട്ടിട്ട് കൊള്ളിയും മുളകൊക്കെ കൂടിയിട്ട് ഞാനിതാ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സമയം 12 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം കറിയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോഴേക്കും ഇതാ കൊള്ളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനത്തെ കറി? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാത്തവർക്കായിട്ട് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. മൺചട്ടിയിലോട്ട് ഞാനിതാ കൊള്ളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി കൊള്ളി വേവണം കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ ഈ മുരിങ്ങനെയൊക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ. പരിപ്പ് കറിക്കുള്ള തേങ്ങയായിട്ട് അരച്ചെടുക്കുന്നത്. കുക്കറിൽ കറിയൊക്കെ റെഡിയാക്കി മുരിങ്ങയൊക്കെ ഊരിയെടുക്കുമ്പോഴേക്കും ഇതാ കൊള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതിലേക്ക് മുരിങ്ങ ഊരിയത് ഇട്ട് കൊടുക്കുകയാണ്.
ഞാൻ മുരിങ്ങ ഒന്ന് വെന്തിട്ടിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ പരിപ്പ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സോയയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ മുരിങ്ങക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നാടൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ കറികളൊക്കെ ആയതിനു ശേഷം വാപ്പാക്കും ഉമ്മാക്കളൊക്കെ കൊണ്ട് കൊടുത്തു വിട്ട് കുറച്ച് പാത്രങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഊറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ടാട്ടോ ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. അപ്പോഴേക്കും മോന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുകയാണ്. മുരിങ്ങക്കറി, അച്ചാറും സോയാബീനും പരിപ്പ് കറിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഊണ് കഴിക്കുകയാണ് കേട്ടോ. അത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.